അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെ റേഡിയേഷനുള്ളിൽ കൊണ്ടുപോയി നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ എല്ലാം നില്ലാക്കാൻ വേണ്ടി അവർ ഒരു മൊബൈൽ ഫോൺ തന്നു. നമ്മളൊരു ആറ്റം ബോംബ് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ പോലും ഫോണാണ്. ഒരു 5 വയസ്സ് 6 വയസ്സുള്ളവർക്ക് കമ്പൽസറി ആണ് ഫോൺ വേണം അല്ലെ. അവരുടെ ഒരു കൈ കാല് തല മുടി എന്ന് പറയുന്ന പോലെ മൊബൈൽ ഫോൺ അവരുടെ ബോഡിയിലേക്ക് ബ്ലെൻഡ് ആയി കഴിഞ്ഞു. അപ്പൊ ബ്ലെൻഡിന് വേറെ അവസ്ഥയൊന്നുമില്ല, അവരൊരു യൂസ്ലെസ് ക്രിയേച്ചേഴ്സ് ആയി മാറും. കാരണം അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇല്ലാവും, അവർക്ക് ശരീരം എല്ലാം ഈ റേഡിയേഷനിലേ കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നില്ലായി പോകും. പക്ഷേ റിലാക്സ് ഫോഴ്സിന് അത് പറ്റില്ല. കാരണം റിലാക്സ് ഫോഴ്സിന്റെ ഫ്ലാറ്റിലെ എല്ലാവിധ ആൾക്കാർക്കും ആ ഒരു റോയൽ ലക്ഷറി ലൈഫ് തരുമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു ഫോൺ മേടിച്ചിട്ട് വെറുതെ ഇരുത്താനും പറ്റില്ല. ഓക്കെ, അപ്പോ അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്ന കൺസെപ്റ്റ് വേറൊന്നുമല്ല, സ്വന്തം ശരീരത്തിനെ സ്നേഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി ആക്കി എടുക്കാൻ പോകുന്നു. അതായത് സ്വന്തം സൗന്ദര്യം അല്ലെങ്കിൽ സ്വന്തം ശാരീരിക സൗന്ദര്യമാണ് ഏറ്റവും വലിയ ലഹരി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോ ഇപ്പൊ അറിയാം അല്ലെ, കുഞ്ഞു പിള്ളേരും ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ്സ് ഇറക്കുന്നതും അടിച്ചാക്കാൻ തന്നെയാണ് ആൾക്കാർ. പക്ഷെ ഇതൊന്നും ഞാൻ ഇനി മുമ്പോട്ട് പോകുന്നില്ല. അപ്പോ ഇതിലേക്ക് തന്നെ ഞാൻ വരാം. അപ്പോ ഈ പറയുന്ന നമ്മുടെ ശരീരം പോഷിപ്പിക്കുന്ന 2 സ്കീമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്. ഒന്നാമത് റോയൽ ലയൺ ഭുജം എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കളരി, നമ്മുടെ ജിമ്മ്, നമ്മുടെ യോഗ, ഇതെല്ലാം നമ്മുടെ ഗുസ്തി, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ തന്നെ കുറെ നാളത്തെ ഒരു റിസർച്ചിന് ശേഷം കണ്ടുപിടിച്ച ഒരു മെത്തേഡ് ഓഫ് വർക്കൗട്ട് ആയിരിക്കും. ഒരിക്കലും ജിം വർക്കൗട്ട് അല്ല. ജിം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതല്ലേ ഇതല്ല കാരണം ഞങ്ങൾക്ക് 2 ജിമ്മും കാര്യങ്ങളുണ്ട്. ഇത് പുതിയൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അതും നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എത്തും. അതോടൊപ്പം അപ്പോൾ നമ്മുടെ കുഞ്ഞു പൈതങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫ്ലാറ്റിലെല്ലാം അല്ലെ, ചെറിയ ചെറിയ സുന്ദരി പണികൾ. അപ്പോൾ അവർക്ക് വേണ്ടുള്ളത് സരസ്വതി നാട്യം എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് അവർക്ക് എന്തെല്ലാം പഠിക്കണോ അല്ലെ, ഡാൻസും പാട്ടോ കാര്യങ്ങളെല്ലാം അവരുടെ ഒരു ഫ്ലാറ്റിൽ അതിനുള്ളൊരു ട്യൂട്ടോറിയൽ ഉണ്ടാവും. ഓക്കെ, അതായത് വേറൊന്നുമല്ല, അവരുടെ ബയോ മാഗ്നറ്റിസം നമുക്ക് നിലനിർത്താൻ വേണ്ട, അവരുടെ ലൈഫ് ഫോഴ്സ് ഇതെല്ലാം നിലനിർത്താൻ വേണ്ട. കാരണം ശോഭനയെല്ലാം കണ്ടില്ലേ, പ്രായം എത്രയായാലും ആ ഒരു യൗവനം ഉണ്ടാവും. മമ്മൂട്ടിനെ കണ്ടില്ലേ, ഇതിന്റെ ഏറ്റവും പ്രൈമറി ആയുള്ള തിയറം അവരുടെ ബയോ മാഗ്നറ്റിസം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ ലൈഫ് ഫോഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഹോർമോൺസ് ഇതെല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ എല്ലാവിധ കൺസെപ്റ്റ്, അതായത് റോയൽ ലയൺ ഭുജത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ സരസ്വതി നാട്യം എല്ലാം ഓറിയന്റ് ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് വെച്ചിട്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഫിസിക്കൽ ആക്ട് വെച്ചിട്ടായിരിക്കും, നമ്മുടെ മൂഡ് വെച്ചിട്ടായിരിക്കും, നമ്മുടെ മൈൻഡ് വെച്ചിട്ടായിരിക്കും. ഇതെല്ലാം കൂടി ആയിരിക്കും ആ ഒരു ബ്ലെൻഡ് ചെയ്യുന്നത്. അതായത് ആ ഒരു റോയൽ ലൈഫ്, ആ ഒരു ലക്ഷറി ലൈഫ്, അതായത് നമ്മുടെ മൈൻഡ് വെച്ച് നമ്മുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിലായിരിക്കും ഞങ്ങളുടെ ആ ഒരു പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരവരുടെ സ്വന്തം ശരീരത്തിനെ സ്നേഹിക്കും. അങ്ങനെ സ്വന്തം ശരീരത്തിനെ സ്നേഹിക്കുന്ന ആരും യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല, യാതൊരുവിധ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർക്കൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും റിലാക്സ് ഫോഴ്സ് തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ 20 പ്രൊജക്റ്റ് ആയി നിങ്ങളുടെ ലക്ഷർക്ക് വേണ്ടിയിട്ട്.